ഇത് ഓർഡർ ബ്ലോക്ക് ഓർഡർ ബ്ലോക്ക് ഒരെണ്ണം ശരീരം വീർപ്പ് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യം എനിക്ക് ഒന്ന് റിയാക്ഷൻ കിട്ടി പ്രൈസ് പ്രതീക്ഷമാണ്. അതുകൂടെ ഇങ്ങനെ നോക്കിയിട്ടാണ് ട്രേഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റ് ചെയ്യാം. അതിന് സെറ്റപ്പാണ്. അല്ലെങ്കിൽ പ്രൈസ് FAGയിലേക്കാണ്, CBയിലേക്കാണ് താഴെ. ഒരു റിയാക്ഷൻ കിട്ടില്ലെങ്കിൽ പ്രൈസ് താഴത്തേക്കല്ല. അല്ലെങ്കിൽ പ്രൈസ് അങ്ങോട്ടേക്കാണ് പ്രൈസ്. അല്ലെങ്കിൽ ഇത് അല്ല ഹൈറ്റിലോ നോക്കുകയാണെങ്കിൽ മുടിയിട്ടും വരാം പ്രൈസ്. എല്ലാവരിലും നോക്കുകയാണെങ്കിൽ നോക്കാം. പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഇവിടുന്ന് മൈക്രോ ടൈം കഴിഞ്ഞിട്ടാണ് പ്രൈസ് റിയാക്ഷൻ കിട്ടിയത്. എൻട്രി എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് എൻട്രി ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇക്വിറ്റി സ്വീപ്പ് പ്രൈസ് വീണ്ടും ബിസിന് മുറ്റിയിട്ട് ഇത് വീണ്ടും വന്ന് സിംഗിൾ കെട്ടി വീണ്ടും എടുത്തിട്ട് ഇവിടെ വാലിഡേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഔട്ടർ ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് ബ്രേക്കറായിട്ട് എടുക്കുക. റീസെൻ്റായിട്ട് ബ്രേക്കറായിട്ട് എടുക്കുക. ഇത് ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഇതെടുക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓട് കറക്റ്റായിട്ട് എൻട്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഇപ്പോൾ ഓൾറെഡി നമ്മൾ റീഡ് ചെയ്ത രീതി നമുക്കിവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്തത്. നമ്മൾ ILP കൺസിഡർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി സീപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും വേണ്ട. ഡിസ്ട്രാക്ഷൻ ഇതിപ്പോൾ ബെയറിഷ് ആണെങ്കിൽ അതിനനുസരിച്ച് കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം ട്രേഡ് എടുത്താൽ മതി. അല്ലാണ്ട് ലിക്വിഡിറ്റി സീപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. വേറെ മാനിപ്പുലേറ്റ് ആവണം, ഡിസ്ട്രാക്റ്റ് ആവണമൊന്നും നിൽക്കരുത്. റീഡ് ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ച് കൺഫർമേഷൻ എടുത്തിട്ട് മാത്രമേ സെൽ സൈഡിൽ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ ചെയ്യാൻ.